കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, ആത്മീയമായി ഉണർത്തട്ടെ. നാം ആയിരിക്കുന്ന കാലഘട്ടം ഞാൻ പറയാതെ തന്നെ അറിയാം. ഒരു വലിയ ഭീതിയുടെ നിഴലിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. നാളെ എന്ത് സംഭവിക്കും? ഇന്ന് രാത്രി കിടന്നുറങ്ങി പ്രഭാതത്തിൽ എന്താണ് നമ്മൾ കേൾക്കുന്ന വാർത്ത എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുപോലത്തെ ഒരു അവസ്ഥയായി മാറി. എൻ്റെ മുമ്പുള്ള പ്രസംഗങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പദം ഇപ്പോഴും ഉദ്ധരിക്കുകയാണ്. ഈ ലോകം പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതമാണ്. പല പ്രാവശ്യം ഞാനത് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. ലോകത്തിലെ വൻ ശക്തികൾ തമ്മിൽ മുഖാമുഖം യുദ്ധം ചെയ്യാനായിട്ട് വെറുപൂണ്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ട് ചേരികളായി മാറി ലോകം. കാലത്തിൻ്റെ ചുമരെടുത്ത് കാലത്തിൻ്റെ ചുമരെടുത്ത് വായിക്കുന്നവർക്ക്, ഗ്രഹിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. വൻ ശക്തികൾ തമ്മിൽ രണ്ട് ചേരികളായി. ഇസ്രയേൽ, അമേരിക്ക, അതുപോലെ ചില രാജ്യങ്ങൾ, റഷ്യ, ചൈന, അതുപോലെ ചില രാജ്യങ്ങൾ, ഇറാനൊക്കെ ചേർന്ന് അങ്ങനൊരു രീതിയിൽ രണ്ട് വലിയ ശക്തിയായി നിന്നുകൊണ്ട് യുദ്ധം നടന്നാൽ ഈ ലോകം നശിച്ചു പോകും, യാതൊരു സംശയമില്ല. ഞാൻ സാധാരണ പറയാറുണ്ട്, ഈ അമേരിക്കയിലെ വെടിവെപ്പ് നടന്നു. സ്കൂളിൽ വെടിവെപ്പ്, ഓഫീസിൽ വെടിവെപ്പ്, അവിടെ വെടിവെപ്പ്, ഇവിടെ വെടിവെപ്പ്. അതിനെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ പറയാറുള്ളത്, തോക്ക് എന്തിനു വേണ്ടിയുള്ളതാണ്? തോക്ക് വെടിവെക്കാനുള്ളതാണ്. തോക്കിൻ്റെ പ്രയോഗം എന്തിനാന്നേ? മറ്റുള്ളവരെ കൊല്ലുക എന്നുള്ളതാണ്. അതത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെന്താ ഇത്ര അതിശയോക്തി? അക്രമാസക്തമായ വ്യക്തികൾ, കുടുംബങ്ങൾ, രാഷ്ട്രങ്ങൾ അവരായുധങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അവരത് പ്രയോഗിക്കും. ഇപ്പോഴേ അമേരിക്ക ഇറാനിൻ്റെ മേൽ പ്രയോഗിക്കാൻ പോകുന്ന ആയുധം വളരെ മാരകമായ ആയുധങ്ങളാണ്. അതുണ്ടാക്കി വെച്ചത് പ്രയോഗിക്കേണ്ട ഒരു അവസരം വന്നു. ദൈവമക്കളെ, ഇന്നല്ലെങ്കിൽ നാളെ ഇത് പ്രയോഗിക്കും. അങ്ങോട്ടിങ്ങോട്ടും മാരകമായ ആയുധങ്ങൾ എടുത്ത് പ്രയോഗിക്കുന്നൊരു ലോകമഹായുദ്ധം വരുന്നു. അതിൻ്റെ മുന്നോടിയായിട്ട് കാണുന്ന ചെറിയ ചെറിയ യുദ്ധങ്ങളാണിത്. 1ഉം 2ഉം ലോകമഹായുദ്ധം നമുക്കറിയാം, കഴിഞ്ഞ നൂറ്റാണ്ടിൽ നടന്നു. 3ാമത് ലോകമഹായുദ്ധത്തിന് വേണ്ടി ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞങ്ങ് പോകും. അതുകൊണ്ട് ഞാനൊന്ന് ടേൺ ചെയ്യട്ടെ ഇവിടെ വെച്ച്. ലോകം വലിയ യുദ്ധങ്ങൾക്ക് വേണ്ടി കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു, ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഒരുക്കം എന്തിനു വേണ്ടി? ഇന്ന് പകൽ പല കാര്യങ്ങൾ ചിന്തിക്കാനിടയായി. പരസ്പരം ചേരി തിരിഞ്ഞ് യുദ്ധം ചെയ്ത് മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ. എന്നാൽ എല്ലാവരെയും അടക്കി ഭരിച്ച് എല്ലാവരെയും കൊന്നുകുടിക്കുന്ന ഒരു ഏകലോക ഗവൺമെന്റിന് വേണ്ടി ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് ക്രിസ്തുവിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. എത്ര പേർ അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്? യേശുക്രിസ്തുവിന്റെ കിരാത ഭരണം ഈ ലോകത്ത് നടക്കാൻ പോകുന്നു. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുന്നു. ആ കിരാത ഭരണത്തിന് വേണ്ടി ഒരുങ്ങുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ആ യേശുക്രിസ്തു വന്ന് ഈ ലോകം ഭരിക്കുമ്പോൾ ആ ഏകലോക ഗവൺമെന്റായി ഈ ലോകം മുഴുവൻ ഭരിക്കുമ്പോൾ 190 രാഷ്ട്രങ്ങൾ ഉണ്ടെന്നൊക്കെ പറയുന്നു. 190 രാഷ്ട്രങ്ങളെയും ഒരു സ്വേച്ഛാധിപതിയായി, ഏകാധിപതിയായി യേശുക്രിസ്തു ഭരിക്കുമ്പോൾ ഇന്ന് തമ്മിൽ തല്ലുന്ന എല്ലാവരെയും അവൻ ഭരിക്കും.
സംശയമുണ്ടോ? തെളിവുകൾ നിരത്തി തരാൻ ഞാൻ. ഒരു ഏകലോക ഗവൺമെന്റ്, ഏകലോക നേതാവ്, കർത്താവ് സഭയെടുത്തു കഴിഞ്ഞാൽ അടുത്ത ഭരണം അവനാണ്. 4, 5, 6, 7 ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡുമായിട്ട് സൂക്ഷിച്ച് നടക്കുന്ന സൂഹിയന്മാരിത് കേൾക്കുന്നെങ്കിൽ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ പണമെല്ലാം നഷ്ടപ്പെടാൻ പോവുകയാണ്. കംപ്ലീറ്റ് ബാങ്കിങ് സിസ്റ്റം യേശുക്രിസ്തുവിൻ്റെ അണ്ടറിലാകും. 5 പൈസ ബാങ്കിൽ നിന്ന് എടുക്കാൻ പറ്റാതെ കോടിക്കണക്കിന് രൂപ അവൻ്റെ അണ്ടറിലാകും. പട്ടിണി കിടന്ന് മരിക്കേണ്ട ഗതികെട്ട അവസ്ഥ വരും. മരണം കൊതിക്കും. വെളിപ്പാട് പുസ്തകം, അപ്പോൾ ആ കൂടി പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. എൻ്റെ വിഷയം ഇതല്ല, ഇത് പറയാനൊരു പ്രേരണയുണ്ട്. വെളിപ്പാട് 9, മരണം അന്വേഷിക്കും, കാണുകയില്ല താനും. മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. ഇതൊക്കെ സംഭവിക്കാൻ പോവുക. ഇതൊക്കെ സംഭവിക്കാൻ പോവാണ്. ഇന്ന് കാണുന്ന ഈ സംഭവങ്ങൾ ആ മഹാസംഭവത്തിലേക്കുള്ളൊരു മുന്നോടിയാണ് എന്ന് ഞാൻ പറഞ്ഞു വയ്ക്കട്ടെ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി വിശുദ്ധിയെ തികച്ച് ജീവിക്കുവാൻ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുക. എൻ്റെ പ്രസംഗ വിഷയത്തിലേക്ക് ഞാൻ വരാം. 2 കൊരിന്ത്യർ 7:1. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. 2 കൊരിന്ത്യർ 7:1. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് കൊരിന്ത്യ ലേഖനത്തിൽ കൊരിന്ത്യർക്ക് എഴുതിയാണെന്ന് പറഞ്ഞിരിക്കാതെ 1 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ലേഖനം മുഴുവൻ അവിടെയും ഇവിടെയും എവിടെയും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഏവർക്കുമാണ് എഴുതുന്നത്. ചിലരൊക്കെ പറഞ്ഞിരിക്കുന്ന കൊരിന്ത്യ ലേഖനം കൊരിന്ത്യർക്ക്, എഫേസ്യ ലേഖനം എഫേസ്യയിലുള്ളവർക്ക്, റോമാ ലേഖനം റോമയിലുള്ളവർക്ക് എന്ന് പറയുന്ന മഹാന്മാരില്ലാതില്ല. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-3 വാക്യം പഠിക്കുമ്പോൾ അവിടെയും ഇവിടെയും എവിടെയും ലോകത്തിലെ ഏത് മൂലയിലും ഏത് കോണിലുള്ളവർക്കും, അവിടെയുള്ളവർക്ക് എല്ലാവർക്കും എന്ന് ചോദിച്ചാൽ ലോക മനുഷ്യർക്കല്ല, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാഭിഷേകം പ്രാപിച്ച യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പുതിയ നിയമ സഭയ്ക്ക് എഴുതുന്ന ലേഖനമാണിത്. ഇത് നമ്മോടുള്ള ഉപദേശമാണ്. പൗലോസ് പറയുന്നത്, നീ പ്രവാചകനായിരിക്കാം, ആത്മീയനായിരിക്കാം, ഞാൻ എഴുതുന്നത് ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ ഉപദേശം, ദൈവത്തിൻ്റെ കൽപ്പന. അപ്പോസ്തലന്മാർ തരുന്നത് ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ്. പുതിയ നിയമസഭയുടെ അരുളപ്പാടുകളാണ് അവർ തരുന്നത്. അതിലെ ഏറ്റവും സുപ്രധാന ഒരു വിഷയമാണ് ഇന്ന് രാത്രി കുറിവാക്യമായിട്ട് എടുത്തുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകുന്നത്. പ്രിയമുള്ളവർ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ പിടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഏതാ ഈ വാഗ്ദത്തം? ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. 1 കൊരിന്ത്യർ 6:16 തൊട്ടാണ് ആ വാഗ്ദത്തം കിടക്കുന്നത്. 2-ാമത്തെ പാർട്ടിൽ, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഇതാണ് ആ വാഗ്ദത്തം. ഈ വാഗ്ദത്തം നമുക്കുള്ളത് കൊണ്ടാണ് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ പിടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. നമ്മിൽ വസിക്കുന്നു, അവരിൽ ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ദൈവം വസിച്ചു. സമാഗമന കൂടാരം, സമയാസമയങ്ങളിൽ ഗമിക്കുന്ന കൂടാരം,
ഇസ്രായേൽ മക്കൾ പാളയമടിച്ച് മരുഭൂമിയിൽ കിടക്കുമ്പോൾ അവരുടെ മധ്യേ ദൈവത്തിൻ്റെ ഹോളി പ്രസൻസ് സമാഗമന കൂടാരത്തിൽ ഇറങ്ങി വസിച്ചിരുന്നു. ദൈവത്തിൻ്റെ ആലോചനകൾ ദൈവം അതാത് സമയങ്ങൾക്ക് മോശയ്ക്കും അഹരോനും ദൈവം പകർന്നു കൊടുത്തു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ വചനങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ദൈവവചനത്തിൻ്റെ അരുളപ്പാടുകൾ കേട്ട് വന്ന ആ ജനം, ഹല്ലേലൂയ, സ്തോത്രം, അതിനെക്കുറിച്ച് എവിടെ പറയുന്നത്? ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ദൈവം അവരുടെ മധ്യേ വസിച്ചു, അവരുടെ ഇടയിൽ നടന്നുകൊണ്ടിരുന്നു. രണ്ട് കാര്യങ്ങൾ. മൂന്നാമത്, ഞാൻ അവർക്ക് ദൈവവും അവൻ എനിക്ക് ജനവുമാകും. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് സത്യത്തില് പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ മധ്യേ സമാഗമന കൂടാരത്തിൽ ദൈവത്തിൻ്റെ ഹോളി പ്രസൻസ് ഇറങ്ങി വസിച്ചിരുന്നു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവോട് സംസാരിച്ചു കൊണ്ടിരുന്നു, ഇടപെട്ടുകൊണ്ടിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മിലാ വസിക്കുന്ന വി ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അവരുടെ ഇടയിൽ വസിച്ചു. പുതിയ നിയമത്തിൽ നമ്മിൽ വസിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം. ആക്ഷരിക ഇസ്രയേലിൽ നടുവിൽ ദൈവം വസിച്ചു. ദൈവത്തിൻ്റെ സമാഗമന കൂടാരത്തിൽ ദൈവം വസിച്ചു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വസിച്ചു. പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മിൽ ദൈവം വസിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ പുതിയ നിയമത്തിൽ നാമാണ് ദൈവത്തിൻ്റെ മന്ദിരം. പൗലോസിന്റെ ശ്രദ്ധേയമായൊരു പഠിപ്പിക്കലാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം. ക്രിസ്തുവിൻ്റെ മണവാട്ടി, നിർമ്മല കന്യക, ക്രിസ്തുവിൻ്റെ ശരീരം. അതിലിവിടെ പറയുന്നത് നമ്മിൽ ദൈവം വസിക്കുന്നു. നമ്മളുടെ ഇടയിൽ ദൈവം നടക്കുന്നു. ഞാൻ അവർക്ക് ദൈവം, അവർ എനിക്ക് ജനവുമാകും. ദൈവത്തിൻ്റെ ജനം. ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ ജനമായിരുന്നു. ഇവിടെ ഒരു പ്രത്യേക ഒരു കാര്യം എടുത്തു പറയാൻ താല്പര്യപ്പെടുന്നു. ശ്രദ്ധിച്ചു കേൾക്കണേ. ഇസ്രായേൽ മക്കളെ കുറിച്ച് ദൈവം പറഞ്ഞത് എൻ്റെ നിക്ഷേപം, അവർ എൻ്റെ ജനം, എൻ്റെ ജനം, എൻ്റെ ജനം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ നിന്നൊരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 32:7. അപ്പോൾ യഹോവ മോശയോട്, നീ ഇറങ്ങി ചെല്ലുക, നീ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം. ശ്രദ്ധിച്ചോണേ, ഈ വാക്യം എഴുതിയിട്ട് പഠിച്ചോണേ. പ്രമാണം വാങ്ങാൻ മോശ പർവ്വതത്തിൽ കയറിയ സമയത്ത് അഹരോന്റെ ലീഡർഷിപ്പിൽ പഴയ നിയമസഭയായ ഇസ്രായേൽ ജനത്തെ നടത്തിക്കൊണ്ടിരുന്നു. ആര്? അഹരോന്റെ നേതൃത്വത്തിൽ ജനത്തെ മുമ്പോട്ട് നയിച്ചു. ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, അഹരോൻ ചെയ്ത ഒരു പാതകം. സ്വർണ്ണാഭരണങ്ങളെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി കൊടിയ വിഗ്രഹാരാധനയിലേക്ക് ഇസ്രായേൽ ജനം പോയി. ദൈവത്തിൻ്റെ കൽപ്പന വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ നമുക്കറിയാം, മേലെ ഭൂമിക്ക് മേലെ സമുദ്രത്തിൻ്റെ അടിയിൽ മുകളിലും കീഴിലുമുള്ള യാതൊന്നിൻ്റെ സ്വരൂപം ഉണ്ടാക്കുകയോ അവയെ നമസ്കരിക്കുകയോ ചെയ്യരുതെന്ന് വ്യക്തമായ കൽപ്പന ലഭിച്ച ജനം ഇവിടെ എന്താ ചെയ്ത്? അഹരോന്റെ നേതൃത്വത്തിൽ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ആരാധിക്കുക. അഹരോൻ അത് കണ്ടാറേ അതിൻ്റെ മുൻപാകെ യാഗപീഠം പണിത് നാളെ യഹോവയ്ക്കൊരു ഉത്സവം എന്ന് പറഞ്ഞു ഈ കാളക്കുട്ടി ഒപ്പില്ലേ. പിറ്റേന്നാൾ അവർ അധികാലത്ത് എഴുന്നേറ്റ് 32-ന്റെ 5-6 ഞാൻ വായിക്കുന്നത്.
ഹോമയാഗങ്ങളും കഴിച്ച് സമാധാനയാഗങ്ങളും അർപ്പിച്ചു. ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്ന് കളിപ്പാനും എഴുന്നേറ്റു. അപ്പോൾ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതിൻ്റെ മുമ്പിൽ യാഗവും നടത്തി, ആരാധനയും നടത്തി. അപ്പോഴാണ് ആ 7-ാം വാക്യം 32-7, അപ്പോൾ യഹോവ മോശയോട്, നീ ഇറങ്ങിച്ചെല്ലുക, നീ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം. എൻ്റെ ജനം. നിങ്ങൾ പുറപ്പാട് പുസ്തകം 9, 10, 11 അധ്യായമൊക്കെ വായിക്കുമ്പോൾ, 8, 9, 10, 11 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ മിസ്രയീമിൽ കൊണ്ടുവന്ന നിന്റെ ജനമെന്നല്ല അവിടെ പറഞ്ഞേക്കുന്നത്. അവിടെ പറഞ്ഞേക്കുന്ന പദം വേറെയാണ്. ഞാനത് വേണമെങ്കിൽ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം നിങ്ങൾക്ക്. പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുറപ്പാടെന്നല്ല, ഏത് പുസ്തകത്തിൽ നിന്നാണെങ്കിലും ഏത് കാര്യം പറയുമ്പോൾ അത് പുസ്തകത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനങ്ങനെ ചെയ്യുന്ന ആളാണ്. ആരെങ്കിലും കൊണ്ടൊക്കെ വായിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങ് വായിക്കും. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൽ തുടങ്ങാണത്. 8-ന്റെ 20-ാം വാക്യത്തിൻ്റെ അവസാനം, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. അത് കഴിഞ്ഞ് 9-ന്റെ 1-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത്, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. ശ്രദ്ധിച്ച് കേട്ടോണേ. 9-ന്റെ 13-ൽ എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. ഹല്ലേലൂയ. പല ഭാഗങ്ങളിൽ എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. ദൈവം പറയാ, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. ആ ദൈവം പുറപ്പാട് 32-ന്റെ 7-ൽ വന്നപ്പോൾ അപ്പോൾ യഹോവ മോശയോട്, നീ ഇറങ്ങിച്ചെല്ലുക, നീ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം, എൻ്റെ ജനം നിന്റെ ജനമായി. പെന്തക്കോസുകാരെ, ചെവി തുറന്ന് ഇത് കേൾക്കണേ, വേദപുസ്തകം തുറന്നു വെച്ച് ഈ വാക്യങ്ങളെ വായിക്കണമേ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുക. വാഗ്ദത്തങ്ങൾ നമുക്ക് ഒരു കണ്ടെയ്നർ കണക്കിന് കർത്താവ് തന്നിട്ടുണ്ട്. ഈ വാഗ്ദത്തങ്ങൾ നമ്മൾക്ക് നിറവേറി കിട്ടണമെങ്കിൽ എൻ്റെ ജനം എൻ്റെ ജനം എന്ന് പറഞ്ഞ വ്യവസ്ഥ തെറ്റിച്ചാൽ ദൈവത്തിൻ്റെ ജനമെന്ന് പറയാൻ ദൈവം മടിക്കും. ഇവിടെ അങ്ങനെ ചെയ്യുക. ഇപ്പോൾ യഹോവ മോശയോട്, നീ ഇറങ്ങിച്ചെല്ലുക, നീ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം. എന്ത് പറ്റി? നിന്റെ ജനം. വ്യവസ്ഥ വിട്ടപ്പോൾ ദൈവം തൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റി. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ സ്വഭാവം, ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. പെന്തക്കോസ്തുകാർ മനസ്സിലാക്കണം. എന്ത് കോനാമ്പിച്ച് കാണിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്ന, ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ബലഹീനങ്ങളൊക്കെ കർത്താവ് ക്ഷമിച്ചോളും കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ദൈവം സ്റ്റേറ്റ്മെൻ്റ് അങ്ങ് മാറ്റും. നമുക്ക് തന്നിരിക്കുന്ന പദവിയും അവസ്ഥകളൊക്കെ ദൈവം മാറ്റും. ഇവിടെ മാറ്റി. ഇത് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് എൻ്റെ ചിന്ത പോവുക. നോക്കാം അവിടെ എന്താ അവൾ പറ്റിയത്. എൻ്റെ ഹൃദയത്തിൽ കർത്താവ് പെട്ടെന്ന് തരിക 6-ാം അധ്യായം. പക്ഷേ നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. 6-ാം അധ്യായത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ, സ്തോത്രം, മെഥുശലേക്ക് എന്ത് കാര്യം, 27-ാം വാക്യത്തിൽ, മെഥുശലേഖിൻ്റെ ആയുഷ്കാലം ആകെ 969. 1000 തികയാൻ ചില വർഷങ്ങൾ കൂടി മതി. മെഥുശലേഖ് എന്ന ഭക്തന് 969 ആയുസ് കിട്ടി. ലാമേക്ക് 767, യാരേദ് 962, മഹലേൽ 895, കേനാൻ 910, ഏനേഷ് 905. ഇത്ര വലിയ ദൈർഘ്യമുള്ള ആയുസ് 5-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ, 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 6-ന്റെ 1-2 വാക്യം ഞാൻ വായിക്കുന്നു. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി, അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരെ സൗന്ദര്യമുള്ളെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ,
എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു. ഞാൻ പല പ്രാവശ്യം ഈ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. പല പ്രാവശ്യം ഞാൻ ഈ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ശ്രദ്ധിക്കാത്തവർ നന്നായിട്ട് ശ്രദ്ധിച്ചോണം. 910 895 962 969 967 വയസ്സുണ്ടായിരുന്ന ദൈർഘ്യമുണ്ടായിരുന്ന മനുഷ്യൻ്റെ ആയുസ്സിനെ തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടന്നപ്പോൾ ആയുസ്സിൻ്റെ ദൈർഘ്യം എത്രയാക്കി മാറ്റി? 969 നിന്ന് 120 മാറ്റി. മനുഷ്യനിൽ എൻ്റെ ആത്മാവ് വാദിച്ചു കൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകും എന്നരുളി ചെയ്തു. 90-ാം സങ്കീർത്തനത്തിൽ മോശ എഴുതി വെച്ചു, 120 നിന്ന് ഏറെ ആയാൽ 70 80 സംവത്സരം. ഇതൊക്കെ പടിപടിയായി ഇറങ്ങിക്കൊണ്ടിരിക്കുക. കാര്യം എന്താ കാര്യം? ദൈവകൽപ്പന ലംഘിക്കുമ്പോൾ, ദൈവത്തെ കോപിപ്പിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വ്യവസ്ഥ വിടുമ്പോൾ ദൈവവും തൻ്റെ പദ്ധതി മനുഷ്യൻ്റെ മേൽ നടപ്പിലാക്കുമെന്ന് പെന്തക്കോസ്ത് സമൂഹമായ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. നമ്മൾ കാണിക്കുന്നതിനും പറയുന്നതിനും ചെയ്യുന്നതിനും എല്ലാം ഓശാന പാടുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ഈ മുസ്ലിങ്ങളുടെ ഇടയിലൊരു സംസാര പ്രയോഗമുണ്ട്, അള്ളക്കരീം. ദൈവം നോക്കിക്കൊള്ളും, ദൈവം സഹായിക്കും, ഇൻഷാ അല്ലാ. ഈ ചുമ്മാ പറയുക. ഇല്ലാത്ത കുരുത്തക്കേട് മുഴുവൻ കാണിച്ചിട്ട് അള്ളക്കരീം ഇൻഷാ അല്ലാ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ പെന്തക്കോസ്തുകാരായി തീർന്നെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, ഇഷ്ടപ്പെട്ടേ പറ്റൂ. ദൈവത്തെ നമ്മുടെ ത്രാസിലിട്ട് തൂക്കരുത്. ദൈവത്തെ നമ്മുടെ ചൊൽപ്പടി നിർത്താൻ നമ്മൾ ശ്രമിക്കരുത്. ദൈവത്തിനൊരു പ്രത്യേക സ്വഭാവമുണ്ട്. ആ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. മോശയെ നീ കൊണ്ടുവന്ന നിന്റെ ജനം എൻ്റെ ജനം നിന്റെ ജനമാക്കി മോശയോട് പറഞ്ഞെങ്കിൽ മോശയെ പോലൊരു പ്രവാചകൻ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ പോകുകയില്ലെന്ന് ഉൽപ്പത്തി പുസ്തകം വ്യക്തമായി പറയുന്നു. ആ മോശയോടാണ് ദൈവം പറഞ്ഞത്, നീ കൊണ്ടുവന്ന നിന്റെ ജനം. നാം വ്യവസ്ഥ തെറ്റിക്കുമ്പോൾ ദൈവത്തിൻ്റെതായ പദ്ധതികൾക്കും മാറ്റങ്ങൾ വരുത്തും എന്ന് നമ്മൾ മറന്നു പോകരുത്. 969 മനുഷ്യലേക്ക് തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടന്ന ഒരു സമൂഹമായി ജനം തീർന്നപ്പോൾ 120 ദൈവം വെട്ടിക്കൊടുത്തു. എത്ര വർഷത്തിൻ്റെ കുറവാണ് ഉണ്ടായിരിക്കുന്ന ദൈവമക്കളെ. 800 ചില്ലുവാനം വർഷം അവിടെ മാറിയില്ലേ? ഒരു നിസ്സാര കാര്യമാണോ ഇത്? ഇതെന്താ നമ്മൾ ചിന്തിക്കാത്ത? ഞാൻ ദൈവ ഭയം എൻ്റെ ഉള്ളിലോട്ട് കയറുക. നമ്മുടെ ചിന്ത എന്താ? ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വിശുദ്ധിയെ തെളിച്ചുകൊള്ളുക. ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങൾ വിശുദ്ധനായിരിക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. വിശുദ്ധിയും നിർമ്മലതയും കൈവിട്ട് കഴിഞ്ഞാൽ നമ്മൾ കൈവിടപ്പെട്ടു പോയി. ഉപദേശത്തിന്റെ വിശുദ്ധി, ജീവിത വിശുദ്ധി. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം എടുക്കാൻ സമയമില്ല, ഞാനങ്ങ് പറഞ്ഞു പോവാം. ദാനിയേൽ 1:8 ഇഷ്ടംപോലെ ഭക്ഷിക്കാനും കുടിക്കാനും അവസരം കിട്ടിയ ദാനിയേല് രാജാവ് കഴിക്കുന്ന രാജഭോജനം കൊണ്ടും രാജാവിൻ്റെ വീഞ്ഞു കൊണ്ടും ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കയില്ലെന്ന് ഹൃദയത്തിൽ തീരുമാനിച്ചു. അതാണ് വിശുദ്ധി, അതാണ് ഒരു വിശുദ്ധൻ. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ തലതൊട്ടപ്പന്മാര് മദ്യക്കുപ്പിയുടെ മുമ്പിൽ ഇരിക്കുന്ന ചിത്രം ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കപടഭക്തന്മാരാണ് നമ്മുടെ നേതൃത്വ നിരകളിൽ നല്ലൊരു ശതമാനവും. എല്ലാവരും അടച്ചാക്ഷേപിക്കുകയാണെന്ന് ആരും ചിന്തിക്കരുത്. ബഹുഭൂരിപക്ഷം ആ അവസ്ഥയിലേക്ക് മാറി. ലവോദിക്ക പീരീഡിൽ എങ്ങനെയായി മനുഷ്യൻ? ആത്മീയ കുരുടന്മാരും ആത്മീയ നഗ്നന്മാരും ആത്മീയ ദരിദ്രന്മാരുമായി മാറി.
തന്നിമിത്തം അരിഷ്ടന്മാരും നിർഭാഗ്യന്മാരുമായി തീർന്നു. ഞാനൊരു മാസം മുമ്പ് ആ മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകെ വായിൽ നിന്ന് കളയും. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ലവോദിക്ക എന്ന സബ്ജക്റ്റ് ഞാൻ ദൈവവചനമായി പ്രസംഗിച്ചിട്ടുണ്ട്. ദയവായിട്ട് നിങ്ങളതൊന്ന് കേട്ടേക്കണേ. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ലവോദിക്ക കാലഘട്ടമാണ്. ആത്മീയ കുരുടന്മാരെ കൊണ്ട് നിറഞ്ഞു കിടക്കുക, ആത്മീയ ദരിദ്രന്മാരെ കൊണ്ട് നിറഞ്ഞു കിടക്കുക, ആത്മീയ നഗ്നന്മാരെ കൊണ്ട് നിറഞ്ഞു കിടക്കുക. ഇതെല്ലാം ആത്മീയമാണ്. ഞാൻ ആ മെസ്സേജിൽ തെളിയിച്ച് പറയുന്നുണ്ട് എന്താണ് നഗ്നത, എന്താണ് കുരുട്, എന്താണ് ദാരിദ്ര്യമെന്ന്. വേണമെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു പോവാം. എന്താ ദാരിദ്ര്യം? ദൈവസഭയുടെ ഉപദേശം, ദൈവസഭയുടെ വചനം, പഥ്യവചനം, പഥ്യോപദേശമാണ്. അത് വിട്ടപ്പോൾ സഭ ആത്മീയ ദാരിദ്ര്യത്തിലേക്ക് പോയി. ഉപനിധി, പഥ്യവചനം, പഥ്യോപദേശം, ആ നിധി വിട്ടുകളഞ്ഞപ്പോൾ ദാരിദ്ര്യത്തിലേക്ക് പോയി. രക്ഷാവസ്ത്രം, നീതിയും വസ്ത്രം ദൈവം നമുക്ക് തന്നു. അത് രണ്ടും നഷ്ടപ്പെടുത്തി ആത്മീയ നഗ്നനായി. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവജനം സംസാരിച്ചു. ഇന്നിപ്പോൾ ബുദ്ധിയിൽ കിടന്ന് പ്രസംഗിക്കുക, ബുദ്ധി പ്രസംഗിച്ചു കൂട്ടുക. പ്രസംഗങ്ങൾക്ക് കയ്യും കണക്കുമില്ല. പ്രസംഗങ്ങൾ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നില്ല. പ്രസംഗങ്ങൾ മനുഷ്യന്റെ ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നില്ല. പ്രസംഗങ്ങൾ മനുഷ്യന്റെ രൂപാന്തരത്തിലേക്ക് നയിക്കുന്നില്ല. പ്രസംഗങ്ങൾ മനുഷ്യനെ ആത്മീയമായി നവീകരിക്കുന്നില്ല. ബുദ്ധിയിൽ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ. അപ്പോസ്തലന്മാർ ആത്മാവിൽ പ്രസംഗിച്ചു. എൻ്റെ വചനമുള്ള പ്രസംഗം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നത്. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും. പത്രോസും പൗലോസും യോഹന്നാനും യാക്കോബും അവരൊക്കെ ആത്മാവിൽ പ്രസംഗിച്ചു. ഇപ്പം നമ്മൾ പഠിച്ച് എന്തോരം ഡിഗ്രി എടുക്കാമോ, എന്തോരം ഉയർന്നു പോകാമോ, റവറൻഡും ഡോക്ടറും ഒക്കെ ആയി നമ്മൾ തീർന്നിരിക്കുക. സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരല്ല നമ്മൾ. ഈ ലോകത്തിൻ്റെ ജ്ഞാനവും ഈ ലോകത്തിൻ്റെ അറിവുമാണ് പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുഭൂരിപക്ഷം. പൗലോസ് പറഞ്ഞ പോലെ ഞാൻ കർത്താവിൽ പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്ത് എന്തെന്നാലെന്നുള്ള നിലയിൽ പ്രസംഗിക്കാൻ ഇവിടെ ആളില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് വിഷയത്തിലേക്ക് വരട്ടെ. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഹല്ലേലൂയ. ഏതാ വാഗ്ദത്തം? ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. പ്രമാണം തെറ്റിച്ചപ്പോൾ ദൈവം മാറ്റി പറഞ്ഞില്ലേ, മോശെ നീ കൊണ്ടുവന്ന നിന്റെ ജനം. അതേ ദൈവത്തെ അല്ലേ നമ്മൾ ഫോളോ ചെയ്യുന്നേ? അതേ ദൈവത്തെ അല്ലേ നമ്മൾ അനുസരിച്ച് മുമ്പോട്ട് വരുന്നത്? അവരോട് ഒരു നിലയിൽ ഇടപെട്ടിട്ട് നമ്മളോട് വേറെ നിലയിൽ ഇടപെടുമോ? ഇല്ല. അവർക്ക് കൊടുത്തു മോശയിക പ്രമാണം, അതവർ അനുസരിക്കണമായിരുന്നു, അതവർ അനുസരിച്ചില്ല. അനുസരിക്കാത്തതുകൊണ്ട് അവർ മരുഭൂമിയിൽ പട്ടുപോയി, അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി എന്ന എബ്രായ ലേഖനം നമുക്ക് തരുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായം, എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. അപ്പൊ പുതിയ നിയമസഭയോട് പറയുക, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുണ്ട്. അത് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കുക, നമ്മെ തന്നെ നിർമ്മലീകരിക്കുക, നമ്മെ തന്നെ സൂക്ഷിക്കുക, നമ്മെ തന്നെ ശക്തീകരിക്കുക, നമ്മെ തന്നെ നിർമ്മലീകരിക്കുക. ദൈവവചനത്തിന്റെ മുൻപാകെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം എന്നെ ശുദ്ധീകരിക്കുന്ന വചനമാണെന്ന് മനസ്സിലാക്കി ആ വചനത്തിന് മുമ്പിൽ കുറവുറ്റുകളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് നമ്മെ തന്നെ സൂക്ഷിക്കുക, നമ്മെ തന്നെ വെടിപ്പാക്കുക, നമ്മെ തന്നെ നിർമ്മലീകരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ആ ഉത്തരവാദിത്വം നമ്മൾ നിക്ഷിപ്തമാക്കിയിരിക്കുക. അതിലുള്ള വചനം, അതിലുള്ള ഉപദേശം, അതിലുള്ള പരിശുദ്ധാത്മാവിന്റെ നിറവ്, അതിലുള്ള കൃപാവരം, അതിലുള്ള ആത്മഫലം, ഇതൊക്കെ കർത്താവ് നമുക്ക് തന്നു. പുതിയ നിയമസഭയ്ക്ക് ഇതെല്ലാം തന്നിരിക്കുക. ആത്മഫലങ്ങളാലും വരങ്ങളാലും സഭയെ അനുഗ്രഹിച്ചിരിക്കുക. തന്റെ ശരീരമാവും സഭയെ, കന്യകയായ സഭയെ, മണവാട്ടിയായ സഭയെ, മന്ദിരമാകുന്ന സഭയെ ദൈവം അനുഗ്രഹിച്ചിരിക്കുക.
ഈ ആത്മീയ അനുഭവങ്ങൾ പ്രാപിച്ചെടുത്ത് നമ്മൾ നമ്മളെ തന്നെ ഒരുക്കി വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ടിരിക്കണം, വിശുദ്ധിയെ തികച്ചുകൊണ്ടിരിക്കണം. ആത്മാവിലെയും ജഡത്തിലെയും സകല കൺമഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊണ്ടിരിക്കണം, വിശുദ്ധിയെ തികയ്ക്കണം. ഒരല്പം വിശുദ്ധി കിട്ടിയോണ്ടൊന്നും കാര്യമില്ല. ഞാൻ റോമർ 6 വരുന്നുണ്ട്. അവസാന ഭാഗത്തേക്ക് ആ മെസ്സേജ് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്താ പറ്റും? എൻ്റെ ജനം നിന്റെ ജനം എന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നത് കേൾക്ക്, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം. ഈ വാഗ്ദത്തം നിവൃത്തി നമ്മളിൽ നിറവേറണമെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ. ലോകമനുഷ്യരും ദ്രവ്യാഗ്രഹികളും അശുദ്ധന്മാരും ലോകത്തിലെ സകല പാപങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ ഇടയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? വേർപാട് 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 പാലിക്കണം. പത്രോസിന്റെ 1-ാം പ്രസംഗത്തിൽ ആ വേർപാടിന്റെ ദൂതുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുവോ? 1-ാം പ്രസംഗത്തിൽ ഞാൻ കാണിച്ചു തരാം. പത്രോസിന്റെ 1-ാം പ്രസംഗത്തിൽ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുള്ളത്? ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരെ പുരുഷന്മാരെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുക. എന്നാൽ പരിശുദ്ധാത്മാവ് ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കുമുള്ളതല്ലോ. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. അടുത്ത ഭാഗം ഞാൻ ഈ പറയാൻ പോകുന്നത്. വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ, വേർപെടുവിൻ. വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് വേർപെടുവിൻ, രക്ഷിക്കപ്പെടുവിൻ. വക്രതയുള്ള തലമുറയിൽ നമ്മൾ അവരുടെ ഒപ്പം പോയാൽ നമുക്ക് വേർപാട് കിട്ടത്തില്ല. വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് വേർപെടുവിൻ, രക്ഷിക്കപ്പെടുക. രക്ഷിക്കപ്പെട്ട് വേർപെടണം. വക്രതയുള്ള തലമുറ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെടണം. ആ വക്രതയുള്ള തലമുറയിൽ അവരുടെ ഒപ്പം പോകാനല്ല, അവരിൽ നിന്ന് വേർപെടണം. കർത്താവ് പറഞ്ഞു, വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിന്ന് വേർപെടുക. അപ്പോസ്തലന്മാരും പറഞ്ഞു അത് വേർപെടണം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവമക്കളെ, ഞാൻ എന്തിനാ ഇത്ര ശക്തമായിട്ട് ഈ സന്ദേശം നിങ്ങളോട് പറയുന്നത്? നമുക്ക് വാഗ്ദത്തം കിട്ടിയിട്ടുണ്ട്. മക്കളിന്ന് ദൈവം നമുക്ക് പിതാവായിട്ടിരിക്കാമെന്ന്, നമ്മിൽ വസിക്കാമെന്ന്, നമ്മുടെ ഇടയിൽ വസിക്കാമെന്ന്, നമ്മിൽ വസിക്കാമെന്നൊക്കെ കിട്ടിയിട്ടുള്ള വാഗ്ദത്തം. ഒരു വെണ്ണിലും ഞാൻ അവരിലും വസിച്ചാൽ അത് വളരെ ഫലം കായ്ക്കും. കർത്താവ് നമ്മിൽ വസിക്കുന്നു, നാം കർത്താവിൽ വസിക്കുന്നു. അതാ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം തരുന്ന പഠനം അതാ. ഞാൻ സാക്ഷാൽ മന്ത്രിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും, എന്നിൽ വസിക്കും, ഞാൻ നിങ്ങളിൽ വസിക്കും. കൊമ്പിന് മുന്തിരിൽ വസിച്ചിട്ടല്ലാതെ സ്വയം കായ്പാൻ കഴിയത്തില്ല. ദൈവത്തിൽ വസിക്കുക, ദൈവം നമ്മിൽ വസിക്കുക. ഇതാണ് പുതിയ നിയമം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ആക്ഷരിക സമാഗമന കൂടാരത്തിൽ ദൈവം ഇറങ്ങി വസിച്ചെങ്കിൽ പുതിയ നിയമ ഭക്തന്റെ ഉള്ളിൽ ദൈവം വസിക്കുക. അങ്ങനൊരു വാഗ്ദത്തമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ വാഗ്ദത്തം നിറവേറ്റപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. അല്ലോ, പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ജനമാ. പുതിയ നിയമത്തിൽ വരുമ്പോൾ
ദൈവത്തിന്റെ മക്കളാ, പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും. മക്കളെങ്കിലും അവകാശികൾ. ഗലാത്യ ലേഖനത്തിലെ ഒരു പദപ്രയോഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ താല്പര്യപ്പെടുക. ഹല്ലേലൂയ. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിന്റെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീതി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവത്താൽ അവകാശിയുമാകുന്നു. പുതിയ നിയമത്തിലായി പുത്രൻ എന്നുള്ളത്, മക്കൾ എന്നുള്ളത്. പഴയ നിയമത്തിൽ എൻ്റെ ജനം 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ ദാസൻ, എൻ്റെ ജനം, എൻ്റെ മക്കൾ. മക്കളെന്ന് പറയത്തില്ല, മക്കൾ പുതിയ നിയമത്തിലാണ് വരുന്നത്. പഴയ നിയമത്തിലുള്ള ബന്ധത്തെക്കാൾ ആഴത്തിലുള്ള ബന്ധമാണ് പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ.